കാണുന്നില്ലല്ലോ കുമാരേട്ടാ. ഇപ്പൊ വരും. കളക്ടറല്ലേ, നമുക്കങ്ങനെ തിരക്ക് പിടിക്കാൻ പറ്റുമോ? കളക്ടർ ശാലിനി की जय। കളക്ടർ ശാലിനി की जय। കളക്ടർ ശാലിനി की ജയ്. 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 എന്താ കുമാരേട്ടാ ഇങ്ങനൊരു സ്വീകരണമൊക്കെ? നമ്മുടെ ഒരു സന്തോഷമാണ് മാഡം. പരുത്തിക്കുന്ന് കോളനി സാധാരണക്കാർക്ക് വേണ്ടി സമ്പന്നന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി തന്നതിന് ഈ എളിയ മനുഷ്യരുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു സ്വീകരണം. കുറെ നാളുകൾക്ക് ശേഷമാണ് അത്താഴ ഭക്ഷണിക്കാർക്ക് വേണ്ടിയും മുണ്ടു മുറുക്കി കൊടുക്കുന്നതിന് വേണ്ടിയും സർക്കാർ ഫയലുകൾ നീങ്ങി തുടങ്ങിയത്. അതിന് വഴിയൊരുക്കിയത് മാഡമാണ്. ഈ ആദരവ് മാഡം അർഹിക്കുന്നത് തന്നെയാണ്. അവകാശങ്ങൾക്ക് വേണ്ടി എവിടെയും മുറവിളി കൂട്ടിയിരുന്നത് പാവപ്പെട്ടവന്റെ ശബ്ദത്തിലായിരുന്നുവെങ്കിലും അതിന്റെ ഫലം അനുഭവിക്കാൻ യോഗമുണ്ടായിരുന്നത് എന്നും തലപ്പത്തിരിക്കുന്നവർക്കായിരുന്നു. അധികാര കസേലിരിക്കുന്നവർ അവർക്ക് ഒത്താശ ചെയ്യുമ്പോൾ അതങ്ങനെയല്ലേ വരൂ. അത്തരം ആൾക്കാർക്കൊരു ഗുണപാഠമാവട്ടെ മാഡത്തിന്റെ ഈ സൽപ്രവർത്തികൾ. വളരെ നന്ദിയുണ്ട് നിങ്ങളുടെ ഈ സ്നേഹപ്രകടനത്തിന്. പിന്നെ ഞാൻ ചെയ്തത് അതെന്റെ ജോലിയാ. അതിനിയും ഇതിലും ശക്തിയായി തന്നെ എന്തൊക്കെ എതിർപ്പ് വന്നാലും തുടരുക തന്നെ ചെയ്യും. പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങൾക്ക് ഒരു അറുതിയില്ലെന്നാണല്ലോ പറയുന്നത്. രാജാവ് നല്ലതാണെങ്കിൽ പ്രശ്നപരിഹാരം തേടി ആള് കൂടുമെന്ന് പറയുന്നത് പോലെയാണ് ഞാനിപ്പോ മാഡത്തിന്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. അനുമോദത്തിനൊപ്പം ഒരു നിവേദനം കൂടിയുണ്ട്. ഇതാ. ഇതിലെന്തായാലും അർഹത കിട്ടേണ്ട പരാതിയാണെങ്കിൽ നിങ്ങൾക്കത് കിട്ടിയിരിക്കും. ഇവരും ഇവരുടെ ഭർത്താവും 3 മക്കളും കൂടി 3-ാം മൂട് കരിങ്കൽ കോറയ്ക്ക് സമീപമാണ് മാഡം താമസിക്കുന്നത്. ഒരു സുരക്ഷിതത്വമോ പരിസര മലിനീകരണം തടയാനുള്ള വഴികളോ നോക്കാതെയാണ് ആ കോറി അവിടെ പ്രവർത്തിക്കുന്നത്. അപകടങ്ങൾ നിത്യസംഭവങ്ങളാണ്. പരാതിപ്പെട്ടാൽ ഗുണ്ടകളെ വിട്ട് പരാതി പിൻവലിപ്പിക്കും.